അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സ്നേഹയോഹന്നാന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടേ അപ്പുറത്ത് യേശു മാമോദീസ നൽകിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോവുകയാണ്. നിന്റെ അടുത്ത് ആൾക്കാർ അങ്ങോട്ട് പോവുകയാണ്. അത് മതി, ആ ഒരു വാക്ക് മതി. ഇതുപോലെ കുറെ വിഷമിടാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഈ വിഷങ്ങൾ ഇട്ടിട്ട് കഴിയുമ്പോൾ പിന്നെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന്, മനസ്സിനുള്ളിൽ കിടന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, ആലോചിക്കാൻ തുടങ്ങും. പിന്നെ നമ്മളതിനെ വലിയ വലിയ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി നമ്മൾ ഇങ്ങനെ അതിനെ ചിന്തിച്ച് കൂട്ടി എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. സംയമനം പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ഞാൻ ക്രിസ്തുവല്ല. യഥാർത്ഥ ക്രിസ്തുവാണ് അവിടെ മാമോദീസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ക്രിസ്തു. ഞാൻ ക്രിസ്തുവല്ല, എൻ്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ പൊസിഷനും നമ്മുടെ ജീവിതവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷം എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തകർന്നു പോകില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ചിന്തിക്കണം, മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോൾ, മറ്റുള്ളവരുടെ കഴിവുകൾ കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ നന്മയെ അംഗീകരിക്കാൻ, അതൊരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഒരിക്കലും അത് ഇല്ലാതാക്കുകയല്ല വേണ്ടത്. അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നശിച്ചു പോവുകയുള്ളൂ.